പാമ്പായി പാമ്പിനെയും കൊണ്ട് നടക്കുന്ന ഒരാസാം പാമ്പ്. ഇപ്പോൾ പാമ്പ് കടിയുടെ കാലമാണ്. പാമ്പ് കടിച്ച് ഒരുപാട് മനുഷ്യർ മരണപ്പെടുന്നുണ്ട്. പാമ്പിനെ എല്ലാവരും ചൂട് കാലത്ത് ഭയപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ പാമ്പിനെ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരു 30 വയസ്സുകാരൻ, പേര് ഡിനോ എന്നാണത്രേ, ആസാംകാരനാണ്. അദ്ദേഹം ഒതായി ടൗണിൽ കഴിഞ്ഞ ദിവസം പാമ്പിനെ ഇട്ടുകൊണ്ട് വന്നതിൻ്റെ ദൃശ്യം നാട്ടുകാർ പകർത്തിയത് നിങ്ങൾക്കൊന്ന് കാണാം. പുള്ളി സ്ഥിരം പാമ്പാണെന്നാണ് പറയുന്നത്. പാമ്പായി നടക്കുമ്പോൾ പാമ്പ് കടിച്ചാൽ കടി ഏക്കത്തില്ലെന്നാണ് ഇതുപോലെയുള്ള പാമ്പന്മാരുടെ അഭിപ്രായം. ഏതായാലും ആ ദൃശ്യം കണ്ടോളൂ. ശങ്കളങ്ങോട്ടും നോക്കിയാണ് ഈ ചെങ്ങായിൻ്റെ പോക്കറ്റിലെ ഇന്ത്യക്കാരനാണ് ഒരു പാമ്പിൻ്റെ നടക്കാൻ പോകും. ഏതോ ഒരു ലഹരിൻ്റെ തമ്മിൽ ഇവൻ ഇവിടുന്ന് ചായ അടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടുന്ന് ഒരാൾക്ക് സാധനം എടുത്ത് കാണിച്ചു കൊടുത്ത് അങ്ങനെ ഇവൻ പോക്കറ്റിട്ട് നടക്കുകയാണ്. 2-3 കൊത്താൻ കൊത്തിയിട്ടുണ്ട്. ഈശ്വരിട്ടാണ് അത് കൊണ്ടിടുന്നത്. ഇവന് എവിടുന്ന് കിട്ടിയതാന്നുള്ളൊരു പിടുത്തമില്ല. ആരൊന്നും പറഞ്ഞിട്ട് കേൾക്കില്ല. ഇവനതാ കീശലുണ്ട് പക്ഷേ കീശൊന്നും എടുക്കില്ല. ഇപ്പം നിർബന്ധിച്ച് ഇവൻ്റെ കീശൊന്നും എടുക്കാൻ പറയുന്നുണ്ട്. കണ്ടോ, കൊത്തിയതാണ് അവൻ കാണിച്ചു തരുന്നത്. അവൻ്റെ കയ്യിൽ നിന്ന് 2-3 കൊത്ത് കീശ കൈയിട്ടപ്പോൾ തന്നെ കൊത്തിയിട്ടുണ്ട്. എവിടുന്ന് ഇതിന് കിട്ടിയതറിയില്ല. അണലി എന്തൊരു സാധനമാണ് സംഭവം. എന്നിട്ടിപ്പോൾ എടുത്ത് കാണിക്കണ്ട അതിനെ. ആ സാധനം നോക്കിയിട്ട് പോക്കറ്റിൽ നിന്നുണ്ടോ 2 കൊത്തിട്ട് 2-3 കൊത്തന്നെ കൊത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവ കീശയിലിട്ട് കൊണ്ടുനടക്കുകയാണ്. ഏതോ ഒരു ലഹരി, കള്ളോ കഞ്ചാവോ ഏതാന്നുള്ള അറിയില്ല. ഏതായാലും ആ കീശന്ന് എടുക്കണുണ്ടോ, കീശയിൽ കൈയിടുന്നുണ്ട്. കൈയിടുമൊക്കെ കൊത്തിൻ്റെ സാധനേ. ഇപ്പൊ കീശന്ന് ആ സാധനം എടുക്കണം. അവിടെ നോക്കിയാണ് അതുണ്ടോ. ഇപ്പൊ ആളുകളൊക്കെ പറഞ്ഞപ്പോ അവന് ചെറിയൊരു പേടി കുടിക്കുന്നു. ഇതുവരെ ഒരു പേടിയാണില്ലേ ഇനി. ഇപ്പൊ ഏതായാലും അവന് ചെറിയൊരു പേണ്ടോ കൈ കാണിച്ചു കൊടുക്കണ ചെറിയൊരു പേടി അവന് കുടുങ്ങിയിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും പറഞ്ഞപ്പോൾ. എന്നിട്ട് പിന്നെ അടുക്ക് തന്നെയാണ് കണ്ടില്ലേ പിടിക്കണത്. ആ സാധനം ചത്തിട്ടില്ല. ഏതായാലും ഇവൻ അവിടുന്ന് ആളുകളൊക്കെ കൂടിയിട്ട് അതൊരു കവറിലാക്കി, ഈശാന്ന് എടുത്തിട്ടൊരു കവറിലാക്കിയാണ്ട് ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ടോ. അതിൽ ക്ലിനിക്കിൽ കാണിച്ചപ്പോൾ അവർ എന്തായി അവർ മഞ്ചേരിക്ക് അവനെ റെഫർ ചെയ്തു. ഇനിയിപ്പോൾ എന്തായെന്നുള്ള അറിയില്ല. അതായി ക്ലിനിക്കിൽ കാണിച്ചപ്പോൾ തന്നെ അവൻ്റെ ബോധമൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ബോധമൊന്നുമില്ല. അങ്ങനെ ആംബുലൻസിൽ അവനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. കൂടുതൽ വിവരങ്ങൾ എന്തായി എന്നുള്ളത് അറിയില്ല. വേദന ഇപ്പോഴാ കടച്ചിട്ടുണ്ട്. എങ്ങനെ ഇനി കണ്ടേ പാമ്പാണ് പോക്കറ്റിൽ കിടന്നത് കണ്ടല്ലോ. അതിനെ വീണ്ടും പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് പോയത്. കയ്യിൽ പലതവണ കടിച്ചിട്ടുണ്ട് അത്രേ. അത് ഏൽക്കാതിരിക്കാൻ കാരണം പാമ്പിൻ്റെ വിഷത്തേക്കാൾ വലിയ വിഷമാണെന്ന് ഉള്ളിൽ അടിച്ചേക്കുന്നത്. എന്തായാലും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പലരും പാമ്പ് കടിയേറ്റ് മരിക്കുന്ന കാലത്ത് കടിച്ചെങ്കിൽ കടിച്ചോട്ടെ, ചാവുന്നെങ്കിൽ ചത്തോട്ടെ എന്ന് പറഞ്ഞവനെ പാമ്പ് കടിച്ചിട്ടും മരിക്കുന്നില്ല. ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്നൊക്കെ നമ്മൾ പഴഞ്ചൊല്ലായി കേട്ടിട്ടുണ്ടെങ്കിലും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്ന് പാമ്പ് കടിപ്പിക്കുന്നവനെ ഞാൻ ആദ്യം കാണുകയാണ്.